ഈ സമസ്ത ഫാമിലിയിലൊക്കെ ജനിച്ചു വളർന്ന പലർക്കും സമസ്തയുടെ യഥാർത്ഥ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അവരിങ്ങനെ സമസ്തയുടെ മദർസയെ പഠിച്ചു, അവിടെ നിന്ന് വഹാബികൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കേട്ട് വളർന്നു എന്നല്ലാതെ സമസ്തയുടെ യഥാർത്ഥ ആശയങ്ങൾ എന്താണെന്ന് പലർക്കും അറിയില്ല. അതൊക്കെ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ തലയിൽ കുറച്ചെങ്കിലും ആൾതാമസമുള്ള ഒരാളാണെങ്കിൽ പിന്നെ സമസ്തയിൽ നിൽക്കാൻ പറ്റൂല. അത്രക്കും അപകടകരമായിട്ടുള്ള വാദങ്ങളാണ് ഇവരുടേത്. കൊട്ടപ്പുറം സംവാദം എന്ന ബുക്കിൽ കാന്തപുരത്തെ മൊയ്ലാർ 76-ാമത്തെ പേജിൽ എഴുതാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നതിന് തെളിവായിക്കൊണ്ട് ധാരാളം ആയത്തുകൾ ഞാൻ ഓതിയെന്നാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് സമസ്തയുടെ വാദം എന്നുള്ളത്. അതുപോലെ തന്നെ സമസ്തയുടെ മറ്റൊരു പണ്ഡിതനായ പൊന്മള മുസല്യാര് ഫത്താവ മുഹിസുന്ന എന്ന ഗ്രന്ഥത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തത് അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ അവർ വെറുതെ എഴുതി വിട്ടത് മാത്രമല്ല, അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ നോളേജ് സിറ്റിയുടെ പ്രവർത്തന മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് കാന്തപുരത്തിന്റെ മകൻ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കി. നോളേജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കേട്ടില്ലേ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാണ്. ഇതാണ് സമസ്ത എന്നുള്ളത്. ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകന്മാരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമോ ഏതെങ്കിലും ഒരു സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ സമസ്ത എന്നുള്ളത് ഇസ്ലാമല്ല, അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീനല്ല ഇവർ പഠിപ്പിക്കുന്നത്.